നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. മീനൻ രാശി പൂരിട്ടാതിക്കാൽ, ഉത്തരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ രാശ്യാധിപനായ വ്യാഴം 2026 ഓഗസ്റ്റ് മാസത്തിൽ മീനത്തിൻ്റെ 5ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നു. 6ാം ഭാവാധിപനായ സൂര്യൻ 5, 6 എന്നീ ഭാവങ്ങളിലും അഷ്ടമാധിപനായ ശുക്രൻ 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് പനി, അലർജി, ചെറിയ സന്ധിവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണും. 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി രവി ബുധയോഗവും മാസത്തിൻ്റെ 2ാം പകുതി വളരെ ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക്. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബുദ്ധി വികസിപ്പിക്കാനും അവസരമുണ്ടാകും. സ്വന്തം ഭാവനാശേഷി പ്രകടിപ്പിക്കാൻ കഴിയും. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. കല, സാഹിത്യം, മെഡിക്കൽ മേഖല, ബയോളജി, ഗവേഷണ മേഖലകൾ എന്നിവയിൽ പഠനം നടത്തുന്നവർക്ക് ഗുണമേന്മ വർദ്ധിക്കും. 10ാം ഭാവാധിപനായ വ്യാഴം ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കും. അംഗീകാരങ്ങളും അധികാരങ്ങളും നൽകും. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ലഭിക്കും. അധ്യാപനം, മെഡിക്കൽ, ആരോഗ്യ സേവനം, മനഃശാസ്ത്രം, എഴുത്ത്, ഡിസൈൻ, മീഡിയ, കൺസൾട്ടിംഗ് മേഖലകൾ എന്നിവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. 7ാം ഭാവാധിപനായ ബുധൻ 3 രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഓഗസ്റ്റ് 5 മുതൽ 22 വരെ 5ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് ബിസിനസ്സിൽ ശ്രദ്ധ വേണം. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി നോക്കിയാൽ ബിസിനസ്സിന് വലിയ കുഴപ്പം ഉണ്ടാവുകയില്ല. പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുമ്പോൾ നിബന്ധനകൾ വ്യക്തമായി പരിശോധിക്കണം. പഴയ ഉപഭോക്താക്കളുമായുള്ള ബന്ധം ശക്തമാക്കണം. വിദേശ ബന്ധമുള്ള ബിസിനസ്സുകൾക്കും ടൂറിസം, ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലയിലും അനുകൂല അവസ്ഥ ഉണ്ടാകും. പ്രണയിക്കുന്നവർ തമ്മിൽ ഓഗസ്റ്റ് മാസത്തിൽ കൂടുതൽ അടുപ്പവും കരുതലും കാണിക്കും. പ്രണയം വിവാഹത്തിലേക്ക് വഴിതെളിക്കും. ദാമ്പത്യബന്ധം ശക്തമാകാൻ സ്നേഹവും പരസ്പര പിന്തുണയും ആവശ്യമുള്ള അവസരമാണിപ്പോൾ. പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം. വിവാഹമാലോചന നടത്തുന്നവർക്ക് പ്രായോഗിക വശങ്ങളെല്ലാം പരിശോധിക്കുന്നത് ഉചിതമാണ്. പരസ്പരം സ്വഭാവം മനസ്സിലാക്കിയ ശേഷം തീരുമാനമെടുക്കുക. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക. ദോഷങ്ങൾ അകന്നുപോകും.